നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഓരോ നിമിഷവും പരിപൂർണ സ്വാതന്ത്ര്യവും ആനന്ദവും അനുഭവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഒരു സാധാരണ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്നതിലും എത്രയോ വലിയ പ്രശ്നങ്ങളാണ് ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളത്. ഭഗവാന്റെ ജനനം തന്നെ കാരാഗൃഹത്തിലാണ്. അന്ന് മുതൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒഴിഞ്ഞ ഒരു നിമിഷം പോലും ഭഗവാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ പല രൂപത്തിലാണ് ശ്രീകൃഷ്ണന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. കംസനായി, ചാണൂരനായി, ശകടാസുരനായി, കാളിയനായി, പൂതനയായി, ജരാസന്ധനായി, ശിശുപാലനായി, അങ്ങനെ ജനിച്ച നിമിഷം മുതൽ ശ്രീകൃഷ്ണന്റെ ജീവന് ഭീഷണികൾ പലതരത്തിലായിരുന്നു. പക്ഷേ ഓരോ വേഷത്തിലും മരണം തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും കൃഷ്ണൻ അതിനെ പുഞ്ചിരിയോടെ നേരിട്ട് തോൽപ്പിക്കുന്നതാണ് നാം കാണുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സതു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഈ ജഗത് മുഴുവൻ ബ്രഹ്മം തന്നെ. ജീവൻ, ഈശ്വരൻ, ജഗത് എന്നിവയെല്ലാം വസ്തുസ്വരൂപത്തിൽ ഏകമാണ്, അദ്വിതീയമാണ്. ജഗത് എന്നാൽ ചലനാത്മകമായത് എന്നാണ് അർത്ഥം. ചലിക്കുക എന്നതാകട്ടെ ചലിക്കാത്ത ഒരു അധിഷ്ഠാനത്തിൽ നടക്കുന്ന ഗതിക്രിയയാണ്. ശ്രീ ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ ശങ്കരസ്തോത്രാമൃതത്തിൽ നമുക്ക് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മനീഷാ പഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബ്രഹ്മൈവാഹം ഇദം ജഗച്ച് സകലം ചിന്മാത്ര വിസ്താരിതം. ആദ്യം തന്നെ സകല മഹാവാക്യങ്ങളുടെയും അർത്ഥമാണ്, താത്പര്യമാണ് പറഞ്ഞത്. ബ്രഹ്മൈവാഹം വിചാരത്തിലൂടെ തൻ്റെ ആത്മഭാവം സത്ത് ചിത്ത് ആനന്ദമാണെന്ന് സാധകൻ തിരിച്ചറിയുന്നു. അതിന് പ്രത്യേകിച്ച് അന്യ പ്രമാണങ്ങളൊന്നും വേണ്ട. എന്നാൽ ബ്രഹ്മസംബന്ധിയായി വേദാന്തം മാത്രമാണ് പ്രമാണം. അതിലൂടെ ബ്രഹ്മം സത്ത് ചിത്ത് ആനന്ദമാണെന്നറിയുന്നു. എങ്കിലും വ്യഷ്ടി സമഷ്ടി ഭേദം ആത്മബ്രഹ്മ സംബന്ധിയായി നമുക്ക് തോന്നുകയാണ്. സൂക്ഷ്മ വിചാരത്തിലൂടെ മഹാവാക്യത്തിൻ്റെ ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കി. ലക്ഷ്യാർത്ഥമെന്ന് പറയുമ്പോൾ എവിടെ വാച്യാർത്ഥം യോജിക്കില്ലയോ അവിടെയാണ് നമ്മൾ ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകേണ്ടത്. തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ എല്ലാ മഹാവാക്യങ്ങളുടെയും അർത്ഥവിചാരം വാച്യാർത്ഥം കൊണ്ട് സാധിക്കില്ല. ലക്ഷ്യാർത്ഥം എടുക്കണം, ലക്ഷീകരിക്കപ്പെടുന്ന അർത്ഥം എടുക്കുക. അങ്ങനെ സർവജഗത് അധിഷ്ഠാനമായ ബ്രഹ്മവും താനും ഏകമാണ് എന്ന ബോധത്തിലേക്ക് എത്തുകയാണ്. അവിദ്യോപാധികൻ ജീവൻ, വിദ്യോപാധികൻ ഈശ്വരൻ. ഈ രണ്ട് ഉപാധികളും മാറ്റുന്നതോടുകൂടെ കേവലമായ സച്ചിദാനന്ദം മാത്രം. ആ ഒരു ബോധപ്രഖ്യാപനമാണ് ബ്രഹ്മൈവാഹം. തുടർന്ന് പറയാണ് ഇദം ജഗച്ച സകലം. ഇദം ജഗച്ച, ഈ ജഗത്തും. ജഗത്തെന്ന് പറഞ്ഞാൽ ചലനാത്മകമായത്. ജനിക്കുക, നിലനിൽക്കുക, വളരുക, മാറ്റങ്ങൾ വരിക, ക്ഷയിക്കുക, നശിക്കുക. ഈ 6 ഭാവങ്ങളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭുവനത്തിനാണ്, പ്രപഞ്ചത്തിനാണ്, വിശ്വത്തിനാണ് ജഗത്തെന്ന് പറയുന്നത്. ജഗത്ത് മുഴുവനും ഈ ബ്രഹ്മം തന്നെയാണ്. താത്പര്യം സർവം ഖലു ഇദം ബ്രഹ്മ, സർവം ഹ്യേതത് ബ്രഹ്മ എന്നുള്ള ഔപനിഷദമായ വാക്യമാണ് ഇവിടെ ബോധിപ്പിക്കപ്പെടുന്നത്. നോക്കൂ, ബ്രഹ്മത്തിൻ്റെ, പരമാത്മാവിൻ്റെ അനന്യയും അഭിന്നയുമായ ശക്തിയാണ് മായ. മായ ത്രിഗുണാത്മികയാണ്. ആ മായയുടെ സത്വപ്രധാനമായ ഉപാധിയാണ് വിദ്യ, വിദ്യോപാധികൻ ഈശ്വരൻ. മലിന സത്വോപാധിയാണ് അവിദ്യ, അവിദ്യോപാധികൻ ജീവൻ. ഇനി തമപ്രധാനമായ, തമോ ഗുണം പ്രധാനമായ മായ, അതിന് പറയുന്ന പേരാണ് പ്രകൃതി. ആ പ്രകൃതിയിൽ ആത്മചൈതന്യാവഭാസം വരുമ്പോൾ അതിൽ നിന്ന് ഭൂതസൃഷ്ടി ഉണ്ടാവുന്നു. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇവയുടെ ചേർച്ച കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 5 ചേർന്നത്. ആകാശം മുതൽ ഭൂമി വരെയുള്ള 5 ഭൂതങ്ങളും ചേർന്നതാണ് പ്രപഞ്ചം. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു കാരണമില്ല, പരമാത്മാവിൽ നിന്ന് ഭിന്നമായിട്ടൊരു കാരണമില്ല. കാരണം തന്നെയാകുന്നു കാര്യരൂപത്തിൽ. അതുകൊണ്ട് പറയുകയാണ് ജഗച്ച്. അപ്പം ജീവനും ഈശ്വരനും ജഗത്തുമെല്ലാം ഒന്ന് തന്നെ. ബ്രഹ്മം തന്നെയാകുന്നു ഞാൻ, ഈ ജഗത്തും സൂക്ഷ്മ വിചാരത്തിൽ ബ്രഹ്മം തന്നെ. എന്നിട്ട് എങ്ങനെയാണ് പിന്നെ ഈ വൈവിധ്യങ്ങളൊക്കെ കാണപ്പെടുന്നത്? എല്ലാം ബ്രഹ്മമെങ്കിൽ ചിന്മാത്ര വിസ്താരിതം സകലം, സകലം ചിന്മാത്ര വിസ്താരിതം.
സകലവും കേവലമായ ചിത്തിനാൽ വിസ്തൃതമാണ്. വേദാന്തശാസ്ത്രത്തിൽ എവിടെ എവിടെ ചിത്തെന്ന് പറയുന്നോ അവിടെ സത്തിനെ കൂടി മനസ്സിലാക്കണം. എവിടെ എവിടെ സത്ത് ചിത്തെന്ന് പറയുന്നോ അവിടെ ആനന്ദത്തെയും മനസ്സിലാക്കണം. അപ്പോൾ സച്ചിദാനന്ദമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ വിസ്തരണമാണ്, വിപുലീകരണമാണ്, പ്രകടനമാണ് ഈ സകലവും. ബ്രഹ്മ ഭിന്നമായിട്ടൊന്നില്ല. ആത്യന്തികമായ ഉണ്മ സത്യം ഒന്ന് മാത്രം. ആ ഉണ്മയാണ് എല്ലാ ഭാവങ്ങളിലും വികസിതമാകുന്നത്. ഇതാണ് സകലം ചിന്മാത്ര വിസ്താരിതം എന്ന് പറയുമ്പോൾ. അപ്പോൾ പിന്നെ ഈ വൈവിധ്യങ്ങൾ, എൻ്റെ നിൻ്റെ എന്നതൊക്കെ, സുഖം ദുഃഖം തുടങ്ങിയവയ്ക്ക് ഹേതുവാകുന്ന അനുഭവങ്ങളൊക്കെ പറയുകയാണ്. സർവം ചൈതദ വിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ത്രിഗുണാത്മികയായ അവിദ്യയാൽ മറ്റെല്ലാം കൽപ്പിതമായിരിക്കുകയാണ്. ഇവിടെ ഈ ദ്വൈത പ്രപഞ്ചത്തിൽ ഈശസൃഷ്ടമായിരിക്കുന്ന ദ്വൈതവും ജീവസൃഷ്ടമായിരിക്കുന്ന ദ്വൈതവുമുണ്ട്. ഞാൻ പലതായി തീരാമെന്ന് സങ്കല്പിച്ച് മായയോട് ചേർന്ന് ഈ ജഗതാകാരത്തിൽ പ്രകടമാകുന്നത് മുതൽ ജീവാത്മഭാവത്തിൽ ഉപാധികളോട് ചേരുന്നത് വരെയുള്ള എല്ലാ ദ്വൈതത്തിനും ദ്വന്ദ്വത്തിനും കാരണം ബ്രഹ്മം തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എൻ്റെ നിൻ്റെ എന്നുള്ള വ്യവഹാരങ്ങൾ, സുഖം ദുഃഖം മാനം അപമാനം ശീതം ഉഷ്ണം തുടങ്ങിയ ദ്വന്ദ്വങ്ങൾ എന്ന് വേണ്ട ആവരണ വിക്ഷേപങ്ങളാൽ ഉണ്ടാവുന്ന എല്ലാ ദ്വന്ദ്വ സൃഷ്ടികളും ജീവൻ്റെയാണ്. ഈ രണ്ട് ദ്വന്ദ്വങ്ങളും ചേർന്നിട്ടാണ് ഈ സംസാരബന്ധനത്തിന് കാരണമാകുന്ന എല്ലാ പ്രതിഭാസങ്ങളും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സർവം ച ഏതത് അവിദ്യയാ ത്രിഗുണയാ അശേഷം പരികൽപ്പിതം. ഇവിടെ ഒരു ചോദ്യം, അങ്ങനെ അവിദ്യ തന്നിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു അവിദ്യയാണ് ഇതെല്ലാം കൽപ്പിച്ചതെങ്കിൽ തനിക്കൊരിക്കലും മുക്തി ലഭിക്കില്ലല്ലോ. അപ്പോൾ പറഞ്ഞു മയാ, എന്നാൽ തന്നെയാണ്, അവിദ്യോപാധികനായ എന്നാൽ തന്നെയാണ് ഇതെല്ലാം പരികൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സത്യം, ഏകം, ഈ വൈവിധ്യങ്ങളും അതിനോട് ചേർന്ന മമത്വങ്ങളും അവിദ്യാസൃഷ്ടങ്ങൾ. വേദാന്തത്തിൻ്റെ സാരം സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുക. ഇത് ശരിക്കും മനസ്സിലാക്കാൻ വിപുലമായി സമ്പ്രദായ ശുദ്ധിയോടുകൂടി വേദാന്തശാസ്ത്രം പഠിക്കാൻ തയ്യാറാവുക എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും സർവേശ്വരൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഭാഗം വായിക്കുന്നത് ദശമസ്കന്ധത്തിൻ്റെ പൂർവാർത്ഥമാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് ദേവന്മാരെല്ലാവരും കൂടെ മധുരയിലെ വസുദേവരെ അടച്ചിരിക്കുന്ന ഗൃഹത്തിലെ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. അവിടെ ദേവകിയുടെ ഗർഭത്തിലെ ഭഗവാന്റെ അവതാരമുണ്ടായിരിക്കുകയാണ്. ഭഗവതംശം ചൈതന്യമായിരിക്കുന്നു. ഈ സമയത്ത് ദേവന്മാരെല്ലാവരും ചേർന്ന് സ്തുതിക്കുന്ന ഭാഗമാണ് ഇത്. അവരുടെ മനസ്സിൽ ഭഗവാനോടുള്ള ഭക്തി, ദേവകിയുടെ ഉദരത്തിൽ വളരുന്ന ശിശു ഭഗവാൻ തന്നെയാണ്, വിഷ്ണു ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് എത്ര മഹത്വപൂർണ്ണമായിട്ടാണ് അവർ സ്തുതിക്കുന്നത്. ആ സ്തുതികളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും നിഷ്കളങ്കമായ ഭക്തി പ്രജ്വലിക്കണം. അതുണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയിട്ട് അടുത്ത ശ്ലോകം കേൾക്കുക. ത്വമേകയേവാസ്യ സദപ്രസൂതി ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃത ചേതതസ്ത്വാം പശ്യന്തി നാനാന വിവശ്ചിതോ യേ. ത്വമേകയേവാസ്യ സദഃ പ്രസൂതി ത്വം സന്നിധാനം ത്വമനുഗ്രഹശ്ച ത്വന്മായയാ സംവൃത ചേതസഃ ത്വാം പശ്യന്തി നാനാന വിവശ്ചിതാ യേ. സത്തായിരിക്കുന്ന അസ്യ ഇതിൻ്റെ പ്രസൂതി,
ഉൽപ്പത്തിസ്ഥാനം, സന്നിധാനം ലയസ്ഥാനം, അനുഗ്രഹ ച അനുഗ്രഹവും, ത്വം അങ്ങ് ഏക ഏവ ഒരുവൻ തന്നെയാണ്. ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിയായിക്കോട്ടെ, ലയമായിക്കോട്ടെ, അനുഗ്രഹമായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ആശ്രയസ്ഥാനം ഏകനായിരിക്കുന്ന അല്ലയോ വിഷ്ണു ഭഗവാനെ അവിടുന്ന് തന്നെയാണ്, ഒരുവൻ തന്നെയാണ്. ത്വന്മായയ നിന്തിരുവടയുടെ മായയാൽ അല്ലയോ ഭഗവാനെ അങ്ങയുടെ മായ കൊണ്ട് സംവൃതചേതസ മറയ്ക്കപ്പെട്ട അറിവോടുകൂടിയവൻ ത്വാം അങ്ങയെ നാനാ ബഹുരൂപമായിട്ട് പശ്യന്തി കാണുന്നു. ആരാണോ അങ്ങയുടെ മായയാൽ മറയ്ക്കപ്പെട്ടവനായിട്ട് ഈ പ്രപഞ്ചം സത്യമെന്ന് വിചാരിക്കുന്നു, ഈ ശരീരം സത്യമെന്ന് വിചാരിക്കുന്നു, ഈ ശരീരത്തിലുള്ള ആത്മാവ് ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു, അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മോഹിതനായിട്ട് സത്യമേതെന്ന് മനസ്സിലാക്കാത്തവനായിട്ട് മൂഢബുദ്ധിയായിട്ട് സ്വയം നശിച്ച് ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും അപഹരിക്കപ്പെട്ട ചിത്തത്തോടു കൂടിയവനായിരിക്കുന്നു, സ്വസ്ഥതയില്ലാത്തവനായിരിക്കുന്നു, നാനാവിചാര വികാരങ്ങൾ കൊണ്ട് വ്യാപൃതനായ മനസ്സോടുകൂടിയവനായിട്ട് എപ്പോഴും നാശോന്മുഖമായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു, മരണത്തിന് തുല്യമായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ബഹുരൂപമായിട്ട് കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും സ്ഥിതിയും ലയവും ഒക്കെ തന്നെ ഭഗവാൻ തന്നെയാണെന്ന് വിചാരിക്കാതെ ആ മായ കൊണ്ട് ബഹുരൂപനായിട്ട് കണ്ടിട്ട് കശ്യന്തി കാണുന്നു ഏതൊരുത്തൻ. വിഭശ്ചിത അറിവുള്ളവരോ അവരെന്ത് ചെയ്യുന്നു? അങ്ങനെ കാണുന്നില്ല. അറിവുള്ളവരാരും ഈ പ്രപഞ്ചത്തെ അങ്ങനെ കാണുന്നില്ല. അറിവുള്ളവരെല്ലാം സൂക്ഷ്മദൃക്കുകളായിട്ട മുനികളെല്ലാവരും എന്തു ചെയ്യുന്നു? ധ്യാനമഗ്നരായിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഏകമായ ആശ്രയസ്ഥാനം ഭഗവാൻ മാത്രമാണെന്ന് അവർ കാണുന്നു. ബാക്കിയുള്ളവരെല്ലാം അല്പാൽപ കാര്യസാധ്യത്തിനായിട്ട് അമ്പലത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഭഗവാനെ കാണുന്നു. മറ്റ് മുനിശ്രേഷ്ഠന്മാരും മാമുനിശ്രേഷ്ഠന്മാരെല്ലാം തന്നെ എല്ലാത്തിൻ്റെയും ഉൽപ്പത്തി ലയം ഒക്കെ തന്നെ ഭഗവാൻ തന്നെയെന്നവർ കാണുന്നു എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ അവർക്ക് മറ്റുള്ളവർക്കൊക്കെ ശങ്കയ്ക്ക് വകയുണ്ട്, മാമുനിമാർക്ക് ശങ്കയ്ക്ക് വകയില്ല. അവർക്ക് ശങ്കയേ ഇല്ല. എന്തുകൊണ്ട്? അവരുടെ ജ്ഞാനം ദൃഢനിശ്ചയമായ ജ്ഞാനമാണ് അവർക്ക് കൈവരിക്കാനായത്. നമുക്ക് നിശ്ചയമില്ല. ഭഗവാൻ എല്ലായിടവും ഉണ്ടെന്ന് പറയുന്നതിനകത്ത് നിശ്ചയമില്ല. വസ്തുതാപരമായിട്ട് അംഗീകരിക്കാൻ മനസ്സ് തയ്യാറെടുക്കുന്നില്ല. ഈ കാണപ്പെടുന്നത് സർവ്വചരാചരങ്ങളും വേറെ വേറെയായിട്ട് നമ്മൾ വ്യവഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ മായാശക്തിയാലാണ് പരമാർത്ഥം മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാന്റെ മായാശക്തി കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന പരമാർത്ഥത്തിൽ ഇല്ലാത്തതായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഉള്ളതായിട്ട് ആരാണോ വ്യാമോഹിക്കുന്നത്, അവർ ആ വ്യാമോഹത്തെ പ്രാപിച്ചിരിക്കുന്ന അജ്ഞാനികൾ അങ്ങയെ ബഹുരൂപനായിട്ട് കാണുന്നു. ഞങ്ങളങ്ങനെയല്ല കാണുന്നതെന്ന് പറയുക. അറിവുള്ളവരാകട്ടെ സൃഷ്ടിക്ക് സർവത്തിനും ആധാരഭൂതനായിരിക്കുന്ന അങ്ങയെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങയിൽ നിന്ന് ഭിന്നമായിട്ട് ഒന്നുമില്ല എന്നവർ വ്യവഹരിക്കുന്നു. അറിവുള്ളവർ സർവത്തിനെയും ഏകമായിട്ട് മാത്രം കാണുന്നു എന്നുള്ള പരമാർത്ഥത്തെയാണ് ദേവന്മാരുടെ സ്തുതിയിലൂടെ ഭാഗവത പൂർവാർത്ഥത്തിൽ ദശമസ്കന്ധത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയോ ബിഭർഷിരൂപാണ്യപബോധയാത്മാ ക്ഷേമായ ലോകസ്യ ചരാചരസ്യ സത്തോപപന്നാനി സുഖാവഹാനി സദാമഭദ്രാണി മുഹു ഖലാനാം. ഇവിടെ പറയുക അപബോധ ആത്മാ, അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ ത്വാം അങ്ങ്. ഭഗവാൻ അറിവാണ്. ആ അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയ അങ്ങ് ചരാചരസ്യ ചരാചരമായിരിക്കുന്ന ലോകസ്യ ലോകത്തിൻ്റെ ക്ഷേമായ ക്ഷേമത്തിന് വേണ്ടി കൊണ്ട് സദാം സത്തുക്കൾക്ക് സുഖാവകാനി സത്തുക്കൾക്ക് സജ്ജനങ്ങൾക്ക് സുഖത്തെ ജനിപ്പിക്കുന്നവനും ഖലാനാം ദുഷ്ടന്മാർക്ക് അഭദ്രാണി നാശത്തെ ജനിപ്പിക്കുന്നവനാണ്. ഇവിടെ സത്തുക്കൾക്ക് സുഖത്തെ ജനിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഖലന്മാർക്ക് ദുഷ്ടന്മാർക്ക് അഭദ്രാണി നാശത്തെ ജനിപ്പിക്കുന്നവനും സത്തോപവന്നാനി സത്വഗുണസ്വരൂപങ്ങളുമായിരിക്കുന്ന രൂപാണി മൂർത്തികളെ മുഹുഹു വീണ്ടും വീണ്ടും വിഭർഷി ഭരിക്കുന്നു.
സത്വഗുണ സ്വരൂപങ്ങളായിരിക്കുന്ന രൂപങ്ങളെ, മൂർത്തികളെ വീണ്ടും വീണ്ടും ഭഗവാൻ ധരിച്ചുകൊണ്ട് ദേവകിയുടെ പുത്രനായിട്ട് സാധാരണക്കാരുടെ ജീവനെ പോലെ ജനിക്കാൻ പോകുന്നു, എന്നെ എന്തിനാണിങ്ങനെ സ്തുതിക്കുന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നതിനായിട്ടാണ് ദേവന്മാരുടെ ഈ സ്തുതി പറയുന്നത്. എല്ലാത്തിനും നിന്തിരുവടിയാണ് ഏകസ്വരൂപനായിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശങ്കയൊന്നും തന്നെ വേണ്ട. ഭഗവാനെ സ്തുതിക്കുന്നത് ആർക്കും സാധിക്കും, ദേവന്മാർക്ക് പോലും സാധിക്കും. ജീവന്മാരെപ്പോലെ കർമ്മബന്ധം ഉണ്ടായിട്ടുള്ള ഇട്ട് ജനിക്കുന്നവരാണ് കൂടുതലും പേര്. ആ കർമ്മബന്ധമോചനത്തിൻ്റെ മന്ത്രം ഒരേ ഒരു മന്ത്രമാണ് ഭഗവത് മന്ത്രം. അത് നിരന്തരം ജപിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ ശ്ലോകത്തിലൂടെ ദേവന്മാർ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്. ജപിക്കുക ഹരിയുടെ നാമം, നിരന്തരം മനഃശുദ്ധി കൈവരിക്കുക, സമാധാനം അതിലൂടെ ആർജിക്കാൻ കഴിയും. നമസ്തേ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. षडाधार पङ्केरुहान्तर्विराजत् सुषुम्नान्तराळेति तेजोलसन्तीं सुधामण्डलं द्रावयन्तीं पिबन्तीं सुधामूर्तिमीढे चिदानन्दरूपा. ज्वलत्कोटिबालार्कभासारुणाङ्गी